ദൃശ്യം ഫസ്റ്റും സെക്കൻഡും പോലെ അത്രയ്ക്ക് പീക്കായില്ലെങ്കിലും സാറ്റിസ്ഫൈഡ് ആയ ഒരു പടം തന്നെയാണ് ദൃശ്യം 3. ഈ സിനിമയുടെ പ്രധാന പോസിറ്റീവ് ലാലേട്ടൻ തന്നെയാണ്. തുടക്കം മുതൽ അവസാനം വരെ ജോർജ് കുട്ടി എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ ഭദ്രമായിരുന്നു. ആ ക്യാരക്ടറിന്റെ കുറെ ചേഞ്ചും കാര്യങ്ങളൊക്കെ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സിനിമയിലെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നവും അവസാന 5 മിനിറ്റിൽ ആ ക്യാരക്ടറിന്റെ ചേഞ്ചാണ്. അതെനിക്ക് അത്രയ്ക്ക് ഡൈജസ്റ്റ് ആയില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നിങ്ങൾ സ്ക്രീനിൽ തന്നെ കണ്ട് വിലയിരുത്തണം. അത് ശരിക്കും ഡയറക്ടേഴ്സ് കോൾ തന്നെയാണ്. ഓൾറെഡി ജിത്തു പറഞ്ഞിട്ടുണ്ട് തൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ ഈ ക്യാരക്ടർ ഏതറ്റം വരെയും പോകുന്നത്. അത് തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിലെ സ്പോയിലേഴ്സ് ഒന്നും അങ്ങനെ പുറത്തു വരില്ല. കാരണം സ്പോയിലേഴ്സ് പറയണമെങ്കിൽ ഈ സിനിമയുടെ കഥ തുടക്കം മുതൽ അവസാനം വരെ എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണ് ഈ സിനിമയുടെ കഥ പോകുന്നത്. കുറേ ഇവന്റ്സ് കണക്ട് ചെയ്ത് അതിനുള്ളിൽ ട്വിസ്റ്റുകൾ നിറച്ചിട്ടാണ് ജിത്തു ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത്. ദൃശ്യം പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഡ്രാമയും സെക്കൻഡ് ഹാഫ് ട്വിസ്റ്റുകൾ വെച്ചിട്ടുള്ള കളികൾ തന്നെയാണ് ഇതിലും പോകുന്നത്. അഭിനേതാക്കളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ദൃശ്യം 1ലും 2ിലൊക്കെ ജിത്തു ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നതിൽ കുറേ കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ പാട്ടിൽ നല്ല രീതിയിൽ മാറ്റിയിട്ടുണ്ട്. അഭിനയിച്ച എല്ലാവരും അവരുടെ റോളുകൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് നെഗറ്റീവ് തോന്നിയ ഒരേ ഒരു കാര്യം ഫോഴ്സ്ഫുള്ളി ആഡ്സ് കുത്തിക്കേറ്റിയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൽ മൈജയൊക്കെ കയറ്റിയേക്കുന്ന പോലെ ഇതിനകത്ത് കല്യാൺ ജുവലേഴ്സ് അങ്ങനെ 2-3 കാര്യങ്ങൾ കുത്തിക്കേറ്റിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. ഡയലോഗ്സിനിടയിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ അത് ഭയങ്കര കല്ലുകടിയായിട്ട് തോന്നും. ബാക്കി അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയ ഒരു പടം തന്നെയാണിത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഈ സിനിമയിൽ ആ ക്യാരക്ടറിന് ചേഞ്ചുകളെല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവും. അങ്ങനെ അത് തന്നെയായിരിക്കും ഈ സിനിമയുടെ വെർഡിക്റ്റും വരുന്നത്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ തന്നെ കണ്ടു നോക്കുക. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.